സ്കൂളുകൾ അടച്ചു കഴിഞ്ഞാൽ ഒരു മധ്യവേനൽ അവധിക്കാലത്ത് ഒരു സാധാരണ രാത്രി ഇങ്ങനെയായിരിക്കും. കുട്ടികളെല്ലാം കൂടി എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എടുത്ത് ടെറസിന്റെ മുകളിൽ പോവും. എല്ലാവരും വീതം വെച്ച് കഴിക്കും. അതുപോലെ മിന്നാമിനിങ്ങനെ പിടിക്കും. സ്പീക്കറിൽ പാട്ട് വെച്ച് ഡാൻസ് ചെയ്യും. അങ്ങനെ പോകുന്നു ഒരു ദിവസത്തെ രാത്രി. അമ്മമാരാണെങ്കിൽ താഴെ വിശേഷങ്ങളും വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കും. എന്തൊക്കെയുണ്ടാവും ഒരു വർഷത്തെ വിശേഷങ്ങൾ. കുട്ടികൾ രാവിലെ എണീക്കുമ്പോഴേക്കും ഇതുപോലുള്ളൊരു മാമ്പഴക്കോട്ടയായിരിക്കും കണി കാണുന്നത്. അമ്മമാർക്കും രാവിലെ എണീക്കുമ്പോൾ പിടിപ്പത് പണിയുണ്ടാവും, പ്രത്യേകിച്ചും അടുക്കളയിൽ. വീട്ടിൽ ഏറ്റവും കൂടുതൽ ആളുള്ളപ്പോഴും ഏറ്റവും കുറവ് ആളുള്ളപ്പോഴും സുഗമമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് പുട്ട്. അതാവുമ്പോൾ പഴം ഉണ്ടാവും. പഴം കൂട്ടി അങ്ങ് കുഴച്ച് കഴിച്ചാൽ മതി. ഇവിടുത്തെ കലവറയിൽ എപ്പോഴും ഒരു കുല പഴം തൂക്കിയിടാറുണ്ട്. കുട്ടികൾക്കും ആർക്കും വേണമെങ്കിലും ഈസി ആയിട്ട് ഏത് സമയത്തും എടുക്കാവുന്ന രീതിയിലാണ് ഇത് തൂക്കിയിടുന്നത്. കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലർക്കും പല ദുശീലങ്ങൾ ഉണ്ടാവും. അത് മറ്റുള്ളവർ കളിയാക്കുന്നതിലൂടെ ആ ദുശീലങ്ങളും മാറിക്കിട്ടും. ഈ ദുശീലം എന്ന് ഉദ്ദേശിച്ചത് ചില കുട്ടികൾ പാത്രത്തിന്റെ പുറത്ത് ഭക്ഷണം കളയാറുണ്ട്. അതുപോലെ ചില കുട്ടികൾ ഭക്ഷണം മുഴുവനായി കഴിക്കാറില്ല. അങ്ങനെ പല പല ദുശീലങ്ങൾ. ഇതെല്ലാം പെർഫെക്റ്റ് ആവണമെങ്കിൽ 4 കുട്ടികളെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിച്ചാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേക്കും അമ്മമ്മ ഇതുപോലെ പഴങ്ങളെല്ലാം ചെത്തിക്കൊടുക്കും. ഇതിപ്പോൾ മാങ്ങയുണ്ട്, പപ്പായയുണ്ട്, എല്ലാം സീസണബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന പഴങ്ങളാണ്. കുട്ടികൾക്ക് വിശക്കാനൊരു ഗ്യാപ്പ് കൊടുക്കണ്ടേ. കുട്ടികളും കളിച്ച് ക്ഷീണിച്ചു വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാവും കഴിക്കാനായിട്ട്. ഈ അവധിക്കാലം എന്ന് പറയുന്നത് തന്നെ ഇത് തന്നെയാണല്ലോ. മതിയാവോളം കഴിക്കുക, മതിയാവോളം കളിക്കുക, മതിയാവോളം ഉറങ്ങുക. കുട്ടികൾ പല പ്രായക്കാരാകുമ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കുകയും ചെയ്യും. ഊണിന് കുറച്ച് മധുരം ആവാം. നമ്മൾ ഇന്ന് മുളയരി കൊണ്ടുള്ള പായസമാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം പഴുത്ത് പാകമായിട്ടുണ്ട്. ഇതും വേവിച്ച് കുട്ടികൾക്ക് ഇടനേരത്തെ സ്നാക്സ് ആയിട്ട് കൊടുക്കാം. എല്ലാ പണികളും അടുക്കളയിൽ തിരക്കിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുളയരിക്ക് നല്ല വേവുണ്ട്. അതുകൊണ്ട് തന്നെ തലേ ദിവസം ഒരു ദിവസം മുഴുവൻ ഈ അരി കുതിർത്ത് വെച്ച് വേണം നമ്മൾ പാകം ചെയ്യാനായിട്ട്. ശേഷം കുക്കറിൽ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കുറച്ച് മുരിങ്ങ ഉപ്പേരിക്കായിട്ട് റെഡിയാക്കണം. ഇതിനിടയിൽ കുട്ടികൾക്കുള്ള സ്നാക്സുകളും സമയാസമയം എത്തിക്കുകയും വേണം. ഇപ്പോൾ പഴം പുഴുങ്ങിയതാണ് കൊടുക്കുന്നത്. എല്ലാവരും ആസ്വദിച്ച് അത് കഴിക്കുന്നുമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും കുട്ടിയാവാനൊരു ആഗ്രഹം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. മുളയരി വേവിച്ച ശേഷം ശർക്കര ചേർത്ത് ഇളക്കണം. അതിനുശേഷം 2ാം പാൽ ഒഴിച്ച് തിളപ്പിക്കണം. നന്നായി തിളച്ചു വരുമ്പോൾ 1ാം പാല് ചേർക്കണം. ഏകദേശം ഗോതമ്പ് പായസമൊക്കെ വയ്ക്കുന്ന അതേ രീതിയാണ്. ഇതിൽ ഏറ്റവും പണിയായിട്ട് തോന്നിയിട്ടുള്ളത് തേങ്ങ ചിരവി അതിൽ നിന്നും പാല് പിഴിഞ്ഞെടുക്കലാണ്. പക്ഷെ എല്ലാവരും കൂടിയാവുമ്പോൾ പണികളൊന്നും ഒരു പണിയല്ലാതായി മാറുന്നുള്ളതാണ് വേറൊരു കാര്യം. പായസമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്യെടുത്ത് അതിൽ കശുവണ്ടിയെല്ലാം വറുത്തിടാം. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് കുറച്ച് ബദാം കൂടി ചേർക്കുന്നുണ്ട്. എന്തായാലും നട്ട്സ് അല്ലേ, ഹെൽത്തിയുമാണ്, ടേസ്റ്റുമാണ്. പായസം ആയ സ്ഥിതിക്ക് നമുക്കിനി ഊണ് വിളമ്പാം. നല്ല വാഴയിലയിൽ ഇതുപോലെ ചൂട് ചോറൊക്കെ ഇട്ട് സാമ്പാറും മുരിങ്ങ ഉപ്പേരിയും പപ്പടമൊക്കെ ആയിട്ട് കുട്ടികൾക്ക് പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കൊടുക്കാം. എന്നാൽ ഇത് എത്രത്തോളം കഴിച്ചു തീർക്കുന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എങ്കിലും ഒരുമിച്ചിരിക്കുമ്പോൾ പരസ്പരം കളിയാക്കലുകളും അതുപോലെ കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കലും ഒക്കെ സാധാരണ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കഴിക്കാത്ത കുട്ടികളും എന്തെങ്കിലുമൊക്കെ കഴിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷയാണ് അമ്മമാർക്ക്. ഉച്ചയൂണ് കഴിഞ്ഞ ഇടവേളയിലാണ് പാടം പൂട്ടാനായിട്ട് ട്രാക്ടർ വന്നിട്ടുണ്ടായിരുന്നത്. അത് കണ്ട പിന്നെ കുട്ടികളെ വിടുവോ? എല്ലാ കുട്ടികളും ഓരോരുത്തരായിട്ട് കയറാൻ തുടങ്ങി. കുട്ടിപ്പട്ടാളങ്ങൾ ഇതുപോലെ ട്രാക്ടറിൽ കയറി കുലുങ്ങി കുലുങ്ങി പോകുന്നത് നമുക്കും കാണാൻ രസമാണ്, അവർക്കും അതൊരു നല്ല അനുഭവമാണ്. മുതിർന്നവരാരും ഇത് തടയാറുമില്ല. സത്യത്തില് കുട്ടികളെ പോലെ രക്ഷിതാക്കളും ഇത് എൻജോയ് ചെയ്യുന്നുണ്ട്. വീഴുമോന്ന് പേടിച്ച് പരസ്പരം കെട്ടിപ്പിടിച്ചും സഹകരിച്ചുമാണ് എല്ലാവരും ഇരിക്കുന്നത്. ഇനി നമുക്ക് താഴെ ഇറക്കാം. കൂടുതൽ അവരെ കളിക്കാൻ വിട്ടാലും ശരിയാവില്ല. അങ്ങനെ കളിച്ച് ക്ഷീണിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും അമ്മമ്മയുടെ വക എന്തെങ്കിലും പലഹാരം ഉണ്ടായിരിക്കും. ഇന്ന് ഊത്തപ്പമാണ്. ശർക്കരയൊക്കെ ഇട്ട് കുറച്ച് മധുരത്തിലാണ് ഈ അപ്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും. ട്രാക്ടർ പൂട്ടിപ്പോയ പാടം വിശാലമായൊരു ഗ്രൗണ്ട് പോലെ തന്നെയാണ്. ഇനി എന്തു വേണം കുട്ടികൾക്ക് കളിക്കാനായിട്ട്? ക്രിക്കറ്റോ ഫുട്ബോളോ എന്തും കളിക്കാം.
അത്രയേറെ സ്ഥലമുണ്ട് ഇവിടെ. നേരം ഇരുട്ടിക്കഴിഞ്ഞാൽ, കുളി കഴിഞ്ഞാൽ പിന്നെ പുറത്തൊന്നും കളിക്കാൻ വിടാറില്ല. കുട്ടികൾ സ്കൂളിലെ കഥകളെല്ലാം പറഞ്ഞിരിക്കും. അങ്ങനെ കഥയും തമാശയുമായി ഇരിക്കുമ്പോഴേക്കും രാത്രി ഭക്ഷണത്തിനുള്ള സമയമായിരിക്കും. അംഗസംഖ്യ കൂടുതലായതുകൊണ്ട് ഇഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. തക്കാളി ചമ്മന്തിയുണ്ട്, ഉച്ചയ്ക്കുണ്ടാക്കിയ സാമ്പാറുണ്ട്. അങ്ങനെ രാത്രിയും ഭക്ഷണം കെങ്കേമം. ഇനി പതിവുപോലെ കുട്ടികൾ ടെറസിലേക്ക്. രാത്രി മുത്തശ്ശിന്റെ കൂടെ ടെറസിൽ കിടന്നുറങ്ങാനാണ് അവർക്കെല്ലാം ഇഷ്ടം. ആയിക്കോട്ടെ എന്ന് ഞങ്ങളും.